ഏതു നേരത്തും തുണയ ചേർന്നു പാടാം. മതിയായവൻ, ഓ മതിയായവൻ, യേശു മതിയായവൻ. തുമ്പ നേരത്തിൽ തുണയായവൻ, മതിയായവൻ, യേശു മതിയായവൻ. ഏതു നേരത്തിൽ തുണയായ ആഴിയും ആഴങ്ങളിൽ താഴ്ന്നെന്നും നിരച്ചിടുമ്പോ, ആഴിയും ആഴങ്ങളിൽ താഴ്ന്നെന്നും നിരച്ചിടുമ്പോ, യേശു എന്റെ കരം പിടിച്ചുയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തി. യേശു എന്റെ കരം പിടിച്ചുയർത്തി ഉറപ്പുള്ള, ചേർന്ന് പാടും. മതിയായവൻ, യേശു മതിയായവൻ, ഓ മതിയായവൻ, യേശു മതിയായവൻ. തുമ്പ നേരത്തിൽ മതിയായവൻ, യേശു മതിയായവൻ. ഏതു നേരത്തും തുണയായവൻ, ഓ മതിയായ യേശു മതിയായവൻ. തുമ്പ നേരത്തിൽ തുണയായവൻ, മതിയായവൻ, യേശു മതിയായവൻ. ഏതു നേരത്തിൽ തുണയായവൻ. അടുത്ത വരി നമ്മളിങ്ങനെ പാടി. സ്വന്തം ബന്ധങ്ങൾ തള്ളിയിടുമ്പോൾ, മരണഭീതിയിൽ നീങ്ങിടുമ്പോൾ, ഹാഗാറിനായി തുറന്ന ഉറവയപ്പോൾ എനിക്കായി മരുഭൂമിയിൽ കർത്താവ് ഉറവ തുറക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? സ്വന്തം ബന്ധങ്ങൾ തള്ളുമ്പോൾ, മരണഭീതിയിൽ ഞാൻ നീങ്ങുമ്പോൾ, ജീവിതത്തിന്റെ പല സാഹചര്യത്തിലും മരണഭീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടുണ്ട്. അത് എത്ര വലിയ അവസ്ഥയിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാലും, എത്ര വലിയ മനുഷ്യരാന്ന് പറഞ്ഞാലും, അവർ നിൽക്കുന്ന ഓരോ സ്ഥാനങ്ങളിലും ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഇവൻ പാട്ടുപാടുന്ന കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, കർത്താവേ കഴിഞ്ഞോ 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 ചോദിക്കും. കാരണം പല സാഹചര്യങ്ങൾ മുമ്പിൽ കടന്നു വരുമ്പോഴും, പല പ്രശ്നങ്ങൾ മുമ്പിൽ കടന്നു വരുമ്പോഴും ആ സമയത്തെല്ലാം നമ്മൾ ചിന്തിക്കും, ദൈവമേ കഴിഞ്ഞോ, ശുശ്രൂഷ കഴിഞ്ഞോ. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ പാടിയൊരു പാട്ടുണ്ട്, ഹാഗാറിനായി തുറന്ന ഉറവയെപ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് തുറക്കും. ഇന്ന് പകലിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ രാത്രിയിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ചില സന്ദർഭത്തിൽ ചില സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ദൈവമേ കഴിഞ്ഞോ, തീർന്നോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രിയ ദൈവദാസൻ ഇന്ന് രാവിലെ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, പലപ്പോഴും ദൈവത്തിൻ്റെ വഴി വിട്ട് മാറി ചിന്തിച്ച് തുടങ്ങുമ്പോൾ, അറിയാതെ നമ്മൾ പോലും അറിയാതെ പലപ്പോഴും ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ, ദിവസം പറഞ്ഞു, ഒരാൾ മാറിയാൽ ബാക്കിയൊരു 10 ഷാരോണെ ഉയർത്താൻ ദൈവത്തിന് മതിയായവനാണ്. പക്ഷെ അടുത്ത ആ പറഞ്ഞ വാക്കാണ്, 10 പേരെ ദൈവത്തിന് കൊണ്ടുവരാം. പക്ഷേ ദൈവമേ അങ്ങ് ഒരാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങൾ വഴിതെറ്റിപ്പോയപ്പോഴും, ഞങ്ങൾ പിന്തിരിഞ്ഞ് മാറിപ്പോയപ്പോഴും, കർത്താവിനെ മറന്നു പോയപ്പോഴും ഞങ്ങളെ അങ്ങ് കൈവിട്ടില്ല. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ഒന്ന് വിളിച്ച്, ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അപ്പൻ്റെ സ്നേഹം അതാണ്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോഴും നമുക്ക് പറയാൻ പറ്റും,
ദൈവത്തിൻ്റെ ഒരു കുടുംബത്തിൽ മക്കൾ, ഞങ്ങൾ 4 മക്കളാണ്. 4 പേരുടെയും സ്വഭാവം ഒരേപോലൊന്നും അല്ല. അടിയും പിടിയും എല്ലാം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഇത്രയും എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞാലും എൻ്റെ ഇളയത്തിങ്ങൾ എന്നെക്കാളും 10 വയസ്സിന് ഇളയതാണ്. അപ്പം അറിയാമല്ലോ, ആ വീട്ടിലെ അന്നേ ഇപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അമ്മ പറയും ഇത്രയും പ്രായമായിട്ടും ഒരു കുറവുമില്ല. ഇങ്ങനെ വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ 4 പേർക്ക് 4 സ്വഭാവങ്ങളാണ്. പക്ഷേ നമ്മൾ പാടി അതിലൊന്നിന് ക്ഷീണം വന്നാൽ, അതിലൊന്നിന് വേദന വന്നാൽ അപ്പം പറയാം മിടുക്കൻ എൻ്റെ കൂടെ നിൽക്കട്ടെ, മറ്റവൻ അങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്ന് അപ്പം പറയത്തില്ല. അവനെ അപ്പം പോയി എടുക്കും. ക്ഷീണം വന്നാൽ അവനെ തോളിലേറ്റും. അവനൊരു ആരോഗ്യക്കുറവുണ്ടെങ്കിൽ അപ്പം മാറ്റി നിർത്തത്തില്ല, സമൂഹം മാറ്റി നിർത്തും. പക്ഷെ അപ്പം നിന്നെ ചേർത്ത് നിർത്തും, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ, നിന്റെ ജീവിതത്തിൽ ഒരു വേദന വന്നാൽ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, കർത്താവേ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റപ്പെട്ടോ എന്ന് ചിന്തിക്കും. പക്ഷെ മറ്റൊരു സ്ഥലത്ത് നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് എൻ്റെ കർത്താവ് നിന്നെ മാറ്റി നിർത്തുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ ചിന്തിച്ചു, ദൈവമേ ഞാൻ എൻ്റെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചോ എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്താൻ സമയമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ അധിക താമസമില്ല. കാലതാമസമെന്നിയ ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞോ, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയോ, അവരുടെ മുൻപിൽ ഒരു പ്രവാചകനായി ദൈവം നിന്നെ ഉയർത്തും യേശുവിൻ്റെ നാമത്തിൽ. അതാണ് അപ്പൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ഒന്ന് പറഞ്ഞേ, ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ഈ ആട്ടുംകൂട്ടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പാലിച്ചോണ്ട് പോവുകയാണേ. പെട്ടെന്ന് ഒരു ആട്ടുംകുഞ്ഞിന് വയ്യാതെ വന്നു. അവൻ ഇവരുടെ കൂടെ ഒക്കെ കളിച്ച് നടക്കുമായിരുന്നു. ഈ ആട്ടുംകൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒക്കെ കളിച്ച് നടക്കുമായിരുന്നു. ഈ അപ്പൻ എന്തോടുത്തെന്നറിയോ? പെട്ടെന്ന് ഈ ഇടയൻ എന്തോടുത്തു? ഈ ആട്ടുംകുഞ്ഞിനെ പതുക്കെ തോളിലേറ്റി അവനെയും കൊണ്ട് ഇങ്ങനെ നടത്തുക. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുറേ ആട്ടുംകുഞ്ഞുങ്ങളുണ്ട്. ഇവന്മാർ നോക്കിയപ്പം ഇവനെ കാണാനില്ല. ചുറ്റും നോക്കിയപ്പം ഇവനെ കാണാനില്ല. ഇവൻ ആരുടെ കയ്യിലിരിക്കുക? ഇവൻ ഇടയൻ്റെ കയ്യിലിരിക്കുക. പക്ഷെങ്കിൽ ഇവർ ചെല്ലുന്നതിലും വേഗത്തിൽ ഇവർ കടക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറമായി ഇവനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തും. അന്നേരം ഇവരെ കാണത്തുള്ളൂ. അതുവരെ ഇവർ പറയും ഇവൻ തീർന്നു, ഇവനെ ഇനി ഒന്നിനും കൊള്ളത്തൊന്നുമില്ല, ഇവൻ നടക്കത്തില്ല. കാരണം ഇവൻ ആരുടെ കയ്യിലിരിക്കുന്നേ? ഇവൻ അപ്പൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവന് സുരക്ഷിതനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾ തീർന്നു അവസാനിച്ചു എന്നെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പറ, ഞാൻ എൻ്റെ യേശു അപ്പൻ്റെ കരങ്ങളിൽ ഇരിക്കുക. എൻ്റെ യേശു അപ്പൻ്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു ശക്തിക്കും എന്നെ മുടിച്ചു കളവാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അങ്ങനെങ്കിലും ചേർന്ന് പാടാം. ക്ഷീണിതനാകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. അപ്പനെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും പറയാം. നീ എനിക്കായി
എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തത്, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും കാതുകളും യേശുവിന്റെ നാമത്തിൽ ഓ ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല. ഹൃദയത്തിൽ തോന്നി എനിക്ക് വേണ്ടി ചെയ്ത കാര്യം ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല. ഹൃദയത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പുതിയതൊന്നും ചെയ്യുന്നു. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്ത കാര്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല. ഹൃദയത്തിൽ തോന്നി ഒരിക്കൽ കൂടി ചേർന്ന് പറയാം. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല. ഹൃദയത്തിൽ തോന്നിയതിൽ ആ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രയും ശക്തിയോടെ പോരാ, അതിലുപരിയായി ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന് ആരാധന. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗം. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയം. ചേർന്ന് പാടാം. ആദ്യനും ഓ ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടം. ഹല്ലേലൂയ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയം. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ആദ്യനും അന്ത്യനുമായോനെ, ജീവൻ ഉറവിടം. ഹല്ലേലൂയ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായികളെ തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് എത്ര പേർക്ക് ഉറപ്പുണ്ട് യേശു കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കത്തില്ല? ആരെങ്കിലും ഒക്കെ മുടിഞ്ഞു പോയെന്നൊക്കെ പറയുന്നുണ്ട്, മാറിയിക്കാൻ പറ.
ഞാൻ എൻ്റെ കർത്താവിൽ മറഞ്ഞിരിക്കുകയാണ്, എൻ്റെ യേശുവിൽ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രത്യാശയോടെ ഉറപ്പോടെന്ന് വിളിച്ച് പറയട്ടെ. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ വളരെ കഷ്ടതയിലൂടെ അദ്ദേഹം വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണുവാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സെക്യൂരിറ്റി അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നു, നിർത്തിയേക്കുകയാണ്. അപ്പം ആ വ്യക്തി അവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം മണിക്കൂറുകളായി, ഞാനിതൊരാൾ പറഞ്ഞു കേട്ടതാണ്, മണിക്കൂറുകളായി അവിടെ നിൽക്കുകയാണ് എബ്രഹാം ലിങ്കനെ, അമേരിക്കൻ പ്രസിഡന്റിനെ കാണുവാൻ. തൻ്റെ എന്തോ ഒരു വിഷയം അവിടെ പറയാനുണ്ട്. കുറേ നേരമായി അദ്ദേഹത്തെ നടക്കുന്നില്ല, സെക്യൂരിറ്റി കയറ്റി വിടുന്നില്ല അകത്തേക്ക്. പെട്ടെന്ന് അവർ നോക്കിയപ്പോഴത്തേനും ഒരു കാറിലൊരു പയ്യൻ വന്നിറങ്ങി. പയ്യൻ്റെ കൂടെ ഒരു വേറെ കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു. അവനിങ്ങനെ നിന്ന്, അവൻ ആ നിന്ന പുള്ളിയോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, പ്രസിഡന്റിനെ കാണാൻ നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വാ എന്ന് പറഞ്ഞു. അങ്ങളുടെ കൈക്ക് പിടിച്ച് പതുക്കെ ഈ സെക്യൂരിറ്റിയുടെ മുമ്പിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. 2-3 കവാടങ്ങൾ കടന്നു വേണം അപ്പുറത്ത് ചെല്ലാൻ, 3 ഗേറ്റ് കടന്നു വേണം അപ്പുറത്ത് ചെല്ലാൻ. അവിടെ എല്ലാം സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ഒന്നും ആരെ തടയുന്നില്ല, ഇവനെ തടയുന്നൊന്നുമില്ല. ഇവൻ പിടിച്ചോണ്ട് പോവാണ്. ഇവനെ പിടിച്ചോണ്ട് ചെന്നിട്ട് ഇവൻ അതിനകത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡാഡിയെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. മറ്റാരുമല്ല, എബ്രഹാം ലിങ്കൻ്റെ മകനായിരുന്നത് അവിടെ വന്നിറങ്ങിയത്. ഇവിടെ പറഞ്ഞൊരു കാര്യം, നിന്റെ വേദനകൾ പറവാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യയോട് ആർക്കും ഇല്ല. നീ ഏതവസ്ഥയിലായിരിക്കുന്നോ അതേ അവസ്ഥയിൽ ദൈവത്തോട് പറയാൻ തയ്യാറായാൽ ദൈവം നേരിട്ട് നിനക്ക് വേണ്ടി ഉത്തരം തരും. വീണു ഞാൻ പല തവണയാ, ഓടി ഞാൻ നിൻ പാതേ വിട്ട്, പോയി ഞാൻ നിൻ സന്നിധേ നിന്ന്, മാറി ഞാൻ നിൻ ചാരേ നിന്ന്. നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല, നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മാറ്റതില്ല. എത്ര പേര് ആ വരികൾ മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മളെല്ലാവരും ക്ലിയർ അല്ല കേട്ടോ, എല്ലാവരും ക്ലിയർ അല്ല. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ വട്ടപൂജ്യമാണ് ദൈവത്തിന് മുമ്പിൽ, വട്ടപൂജ്യമാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും കാണത്തൊന്നുമില്ല. കിട്ടുന്ന സമയം ദൈവത്തെ ആരാധിച്ചോണം. നമ്മൾ പാടി, വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ നിന്റെ പാത വിട്ട്, പോയി ഞാൻ നിന്റെ സന്നിധി വിട്ട്. എന്നിട്ട് ദൈവം ചെയ്തൊരു കാര്യം അടുത്തത് പറയുന്നത്, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരുത്തിയില്ല. അത് ഓരോ ദിവസം കഴിയുന്തോറും കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചേർന്ന് പാടാൻ പോവുകയാണ്. വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമാണെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പാടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല തവണയാ ഓടി ഞാൻ നിൻ പാതേ വിട്ട്, പോയി ഞാൻ നിൻ സന്നിധേ നിന്ന്, മാറി ഞാൻ നിൻ ചാരേ നിന്ന്. വീണു ഞാൻ പല തവണയാ ഓടി ഞാൻ നിൻ പാതേ വിട്ട്, പോയി ഞാൻ നിൻ സന്നിധേ നിന്ന്, മാറി ഞാൻ നിൻ ചാരേ നിന്ന്.
സ്നേഹം മാറിയില്ല. നീ എന്നെ തള്ളിയില്ല, നിന്റെ മുഖം മറച്ചില്ല, നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അബ്ബാ എന്ന് വിളിക്കുവാൻ, അബ്ബാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജേ. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കൽ. പാപം എന്നിൽ പെരുകി, പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജേ. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉന്മാദം നാണച്ചു നീ, നന്മകൾ വാശിപ്പിച്ചു. മടി കൂടാതെ ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ ഹിതമെന്നിലും നിറവേറട്ടെ, നിൻ ഇഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലും നിറവേറട്ടെ, നിൻ ഇഷ്ടങ്ങൾ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും.
പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജേ നിന്ന് അബ്ബാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനോഹിക്കാൻ. പാപം എന്നിൽ പെരുകി, പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജേ. എന്നിട്ടും സ്നേഹിച്ചു നീ എന്ന് പറയുമോ? എന്നിട്ടും മാനിച്ചു നീ. ഓ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മ തന്നണച്ചു നീ, ഉമ്മ തന്നണച്ചു നീ. നന്മകൾ വർഷിപ്പിച്ചു. വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ പാട്ട് പാടുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് മുടിയനായ പുത്രനെയാണ്. ജീവിത സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അപ്പനോട് പറയുക, എനിക്കുള്ളതെല്ലാം ഇങ്ങ് തന്നേര്, ഞാൻ അതുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതല്ലാതെ വേറെ ഒന്നുമില്ല, ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നുമില്ല. ഇതൊക്കെ രവല പറഞ്ഞതുപോലെ ഇതൊക്കെ നേടിയെടുത്തിട്ട് ഓക്കെ ഇത് മതിയെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. നീ ഏതു സമയം അപ്പൻ്റെ കൂടെ നിൽക്കാനാണ്. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ആരുടെങ്കിലും ഒക്കെ ഹൃദയത്തിൽ കർത്താവേ ഇത്രയൊക്കെ ലഭിച്ചിട്ടും ഞാൻ ദൈവത്തിൻ്റെ വഴി വിട്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്കും ഇന്ന് അവസരമുണ്ട്. നിന്നെയും യേശു സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മടങ്ങി വരാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി വലിയ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. മടങ്ങി വരുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് അങ്ങനെ പറയുന്നു, മടങ്ങി വന്നാൽ ദൈവം നിന്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കണ്ണീരെല്ലാം കൺമണി പോലെ കാക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും ചേർന്ന് വിളിക്കാം. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു ഓ സ്നേഹമോടെ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആകുല വേളകളിൽ ആശ്വാസം നൽകിടും ആകുല വേളകളിൽ ആശ്വാസം നൽകിടും എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും എന്നറിഞ്ഞു നീയും യേശുവേ നോക്കിയാൽ എണ്ണമില്ല നന്മ നൽകിടും യേശു
ഹല്ലേലൂയ. യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കും സകല വ്യാധിയെയും സുഖമാക്കും. സകല വ്യാധിയെയും സുഖമാക്കും വല്ലവൻ താൻ. സകല വ്യാധിയെയും യേശുവിന്റെ നാമത്തിൽ സുഖമാക്കും വല്ലവൻ താൻ. ആരായിരുന്നാലും ഭേദങ്ങളെന്നിയെ കൃപയാലെ സ്നേഹം നൽകിടും താൻ. ആരായിരുന്നാലും ഭേദങ്ങളെന്നിയെ കൃപയാലെ സ്നേഹം നൽകിടും താൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു സ്നേഹമോടെ സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു ഇന്ന് രാത്രിയിലും നിന്നെ യേശു വിളിക്കുന്നു. സ്നേഹമോടെ തന്റെ കരങ്ങൾ നീട്ടി ഇന്ന് രാത്രിയിലും യേശു നിന്നെ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശു വിളിക്കുന്നു സ്നേഹമോടെ സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു സ്നേഹമോടെ ഇന്ന് രാത്രിയിലും നിന്നെ യേശു വിളിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വഴി തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലും യേശു നിന്നെ വിളിക്കുന്നുണ്ട്. പലപ്പോഴും നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മളെ ആരും തിരിച്ചറിയുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ യേശു നിന്നെ വിളിക്കുന്നുണ്ട്. യേശു നിന്നെ വിളിക്കുന്നുണ്ട്. നീ എത്ര പിന്മാറിപ്പോയാലും, എത്ര പാപത്തിൽ അകപ്പെട്ടാലും, മനുഷ്യൻ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും യേശു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞെ, ഞാൻ നിന്നെ ഉപയോഗിക്കും, ഞാൻ നിന്നെ മാനപാത്രമായി പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രിയിൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഉള്ളം കാലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാലങ്ങുന്ന നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കാരത്തിൽ വരച്ചവൻ ഉർവിക്കദീശം താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കാരത്തിൽ വരച്ചവൻ ഉർവിക്കദീശം താൻ എന്നുടെ ആശ്വാസകൻ. അങ്ങനെയെങ്കിൽ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് നമ്മൾ ചേർന്ന് പാടാൻ പോകുകയാണ്. നമ്മൾ പാടി, ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നെ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഉർവിക്കദീശൻ താൻ എൻ്റെ ആശ്വാസകൻ കർത്താവാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് സമയത്തേക്ക് ഞാൻ മാറി നിൽക്കുന്ന എന്നെ ചുറ്റുപാട് ആർക്കും കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകിയാൽ പാടിയിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ. എന്റെ ബലമായ കർത്തൻ ശരണമതാകെ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തൻ ശരണമതാകെ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ഉറപ്പുള്ള മറവിടമാണ് എനിക്കൻ പ്രിയൻ, ചായിടും ഞാനവനിൽ. എന്റെ ഉറപ്പുള്ള മറവിടമാണ്
ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ, എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ. തള്ളാതെ കണ്ണിനെ മറന്നിടിലും കാന്തൻ മാർഗം പറിക്കാത്തവൻ. തള്ളാതെ കണ്ണിനെ മറന്നിടിലും കാന്തൻ മാർഗം ചേർന്ന് പാടാം. ഹല്ലേലൂയാ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ. ഉള്ളം കലങ്ങുന്ന നേരത്ത്, ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഒന്നുണർത്തുമെന്നെ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയന്തൻ വാഗ്ദത്തം ഒന്നുണർത്തുമെന്നെ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഊർമിക്കാതീശൻ താൻ എന്നോട് ആശ്വാസകൻ. ഉള്ളം കാലത്തിൽ വരച്ചവൻ ഊർമിക്കാതീശൻ താൻ എന്ന് ചേർന്ന് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിത സന്തോഷത്തോടെ രാത്രിയിലും ചേർന്ന് പാടാം. എൻ്റെ അല്ലലഖിലവും ഹല്ലേലൂയ പാടിടും ഞാൻ ഉലകിൽ. ഹോ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാമാക്കി തലമടുത്തി ജ്വാലക്കിരയാൽ മാറുകിലും. മാറും മനുജരെല്ലാമാക്കി തലമടുത്തി ജ്വാലക്കിരയാൽ മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരം. സന്തോഷത്തോടെ നിരാത്രി ചേർന്ന് പാടാം. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണം. ചേർന്നത് പറയുമോ? കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. സൗന്ദര്യം ഞാൻ ദർശിക്കും കണ്ണുകളാലേ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. ഓ സൗന്ദര്യം ഞാൻ ദർശിക്കും കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവൻ ചേർന്ന് പാടാം. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണം, ഓ കൃപ വേണം, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ ചേർന്ന് പറയാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. രണ്ടുപേരും നാമത്തിൽ കൂടി നീളത്തില്ല. നിൻ സാന്നിധ്യം വരുമെന്നാവൻ ചൊന്നതല്ലയോ? ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. ഇത് സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. രണ്ടുപേരും
നാമത്തിൽ കൂടുന്നിടത്തെല്ലാം എൻ സാന്നിധ്യം വരുമെന്ന് അവൻ ചൊന്നതല്ലയോ? ആ സന്തോഷം നിറയുന്നുണ്ടെൻ അന്തരംഗത്തിൽ തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, ആമേൻ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ചേർന്ന് പറയാൻ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ ചേർന്ന് പറയാൻ കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണം, ഓ കൃപ വേണം, കൃപ വേണമപ്പാ, വിമങ്ങൾ കൃപ വേണമപ്പാ, കൃപ വേണം, കൃപ വേണം. ചേർന്ന് പറയാൻ കൃപ വേണം, കൃപ വേണമപ്പാ. ഓ ശബ്ദരാധികനവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് യേശുവേ. കൃപ വേണമപ്പാ. ഓ ഇവനവനവന ശബ്ദരേ, ഹല്ലേലൂയ. കർത്താവേ, അവർക്ക് ഞങ്ങൾക്ക് കൃപ ആവശ്യമാണ്. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം യേശുവേ. ഹല്ലേലൂയ. കൃപ വേണമപ്പാ, കൃപ വേണം, ഓ കൃപ വേണമപ്പാ. ഇന്ന് രാത്രി കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് യേശുവേ. ഈ ലോകത്തിൽ പിടിച്ചു നിൽപ്പാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ ആത്മബല ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഓ ഇവനവന ശബ്ദരാധികനവന ശബ്ദരേ, ഇന്ന് രാത്രിയിലെ കർത്താവിനോട് ചോദിക്കുമോ, ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓ രവനവനവന ശബ്ദരാധികനവന റീഖനവനവനവനവന ശബ്ദരേ, ഹല്ലേലൂയ. ഓ ഇവനവനവനവന ശബ്ദരാധികനവന റീഖനവനവനവനവന ശബ്ദരേ. യേശുവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഓ ശബ്ദരേ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഓ റിവനവന ശബ്ദരാധികനവന, ഓ റിവനവനവന ശബ്ദരേ, റിവനവനവനവന ശബ്ദരാധികനവന, റിവനവനവന ശബ്ദ. ഓ റിവനവനവന ശബ്ദരാധികനവന, റിഖനവനവനവന ശബ്ദരേ റിയാന്തരാഖന. ഓ റിവനവനവനവന ശബ്ദരാധികനവന. അല്പസമയം വായികളെ തുറന്ന കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തുതിക്കുമോ? കർത്താവേ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് യേശുവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഓ റിവനവനവന ശബ്ദരാധികനവന റിഖനവനവനവന ശബ്ദരേ, ഓ റിവനവനവന ശബ്ദരേ റിയാദവന റഖാനവന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ റിവനവനവന ശബ്ദരേ, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഓ റിവനവന ശബ്ദരേ. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. പലപ്പോഴും സ്വന്തം കഴിവിൽ ആശ്രയിക്കാറുണ്ട്, പലപ്പോഴും ദൈവം തന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കാറുണ്ട്, പലതിലും ഞങ്ങൾ ആശ്രയിക്കാറുണ്ട് കർത്താവേ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പറയുന്ന അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ. ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താവിനോട് പറയുന്നത്, അപ്പാ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം. ലോകത്തിൽ ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിലും, സ്ഥാനമാനം ധനം ഒന്നും ലഭിച്ചില്ലെങ്കിലും അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ വീട്ടിൽ നടന്നൊരു സംഭവം ഇങ്ങനെ ഓർമ്മ വരികയാണ്.
എൻ്റെ കുഞ്ഞിന് അവന് കഴിഞ്ഞ ദിവസം 1 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. അപ്പം വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇവനെ പെട്ടെന്ന് എടുക്കും, ഇവൻ അവരുടെ കൂടെ നിൽക്കും. ചില സമയത്ത് ഞാൻ തിരികെ മേടിക്കാൻ കൈ നീട്ടുമ്പോഴത്തേക്കിനും ഇവൻ വരത്തില്ല, ഇവൻ അവരുടെ കയ്യിലോട്ട് ഇങ്ങനെ മറിഞ്ഞ് കിടക്കും. അപ്പോൾ അവർ പറയുന്നൊരു ഡയലോഗുണ്ട്, അവൻ ഇനി പപ്പായും മമ്മിയൊന്നും വേണ്ട, അവൻ ഇനി ഞങ്ങളെ മതിയെന്ന് പറയും. പക്ഷെ എനിക്കറിയാം അവൻ്റെ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ അവന് വളരാൻ പറ്റത്തില്ല. ഞാൻ അവൻ്റെ കൂടെ വേണം എപ്പോഴും. കുറച്ച് കഴിയുമ്പോഴത്തേന് അവൻ തിരിച്ചെൻ്റെ അടുക്ക വരും. ഇന്ന് രാത്രിയിൽ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ആരെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അല്പമെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ യേശുവിനും അറിയാം കർത്താവില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ലെന്ന്. യേശു നിന്നെ വിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ചേർന്നൊന്ന് പറയാമോ, കൃപ വേണം കർത്താവേ, കൃപ വേണം കർത്താവേ. എത്ര പേരൊന്ന് പറയും, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ നിൻ മക്കൾക്ക്, കൃപ വേണം, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ഓ ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ചേർന്നൊന്ന് വിളിച്ചേ, ഓ ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനെ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ചേർന്നൊന്ന് പറ, അപ്പാ. ഓ അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, ഓ നീ എനിക്കായി. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ചേർന്ന് പറയാം, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കണ്ണും കാണാത്തത്, ഒരു ചെവിയിൽ കേൾക്കാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നാത്ത പുതിയൊന്ന് നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ